വെൽക്കം ടു ദ ക്ലാസ്. ഹിന്ദു ലോ എന്നുള്ള വീഡിയോ സീരീസിൽ ഇന്ന് നമ്മൾ ഹിന്ദു സക്സഷൻ ആക്ടിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഹിന്ദു സക്സഷൻ ആക്ടില് 2005 വന്നിട്ടുള്ള ഒരു അമെൻമെന്റ് ആക്ട്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഹിന്ദു സക്സഷനെ സംബന്ധിച്ച്. അപ്പൊ അതിനെ കുറിച്ചാണ് ഈ ചെറിയ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, ഈ ഹിന്ദു സക്സഷൻ ആക്ട് അമെൻമെന്റ് 2005 എന്നുള്ളതിന്റെ പ്രത്യേകത തന്നെ ഈ ഹിന്ദു ലോയിൽ നിലനിന്നിരുന്ന ജെൻഡർ ഡിസ്ക്രിമിനേഷനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി സ്പെസിഫിക് ആയിട്ട് വന്ന ഒരു അമെൻമെന്റ് ആണ് എന്നതാണ്. ഓക്കെ, ഇനി എന്ത് തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ ആണ് അവിടെ ഉണ്ടായിരുന്നത് നമുക്ക് മനസ്സിലാക്കാം. അതായത് ഹിന്ദു സ്കൂൾസ്, ലോ സ്കൂൾസ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് മിതാക്ഷര സ്കൂൾ ഓഫ് ലോ, മറ്റത് ദയഭാഗ സ്കൂൾ ഓഫ് ലോ. ഓക്കെ, അപ്പൊ ഇതില് ദയഭാഗ സ്കൂൾ ഓഫ് ലോ എന്നുള്ളത് ഹിന്ദു ജോയിന്റ് ഫാമിലികളുടെ ഓണറായിട്ട് കർത്ത എന്ന് പറയുന്ന ഒരാള്, അതായത് കർത്ത ഓഫ് ദ ഫാമിലി ആണ് അതിന്റെ ഓണർ. അദ്ദേഹത്തിന് മാത്രം, അദ്ദേഹം അതിപ്പോ സ്ത്രീകളും ആവാം, കർത്ത എന്നുള്ളത് സ്ത്രീകൾക്കും ആവാം, വളരെ അപൂർവമായിട്ടാണെങ്കിലും അങ്ങനെയുണ്ട്. അവർക്ക് മാത്രമാണ്, ആ വ്യക്തിക്ക് മാത്രമാണ് ആ ജോയിന്റ് ഫാമിലി പ്രോപ്പർട്ടിയിൽ ഓണർഷിപ്പ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഒരു കർത്ത മരിച്ചു കഴിഞ്ഞാൽ മറ്റൊരാൾ കർത്താവുക, ആ രീതിയിലാണ് അത് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഈ 2005 അമെൻമെന്റ് ആക്ട് മിതാക്ഷര സ്കൂൾ ഓഫ് ലോ ബാധിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ഇന്ത്യക്കാരെ ബാധിക്കുന്ന ഒരു നിയമമാറ്റമായിരുന്നു. ഓക്കെ, അപ്പൊ ഈ മിതാക്ഷര സ്കൂൾ പ്രകാരം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, അതായത് ഒരു കോപാഴ്സണറി പ്രോപ്പർട്ടി, അതായത് ജോയിന്റ് ഫാമിലിയിലെ പ്രോപ്പർട്ടിയില് ബൈ ബർത്ത് അവകാശം കിട്ടുന്നത് ആൺകുട്ടികൾക്ക് മാത്രമാണ്. പെൺകുട്ടികൾക്ക് വിവാഹം വരെ അവിടെ ജീവിക്കാനുള്ള അവകാശവും വിവാഹത്തിന്റെ സമയത്ത് അവർക്ക് സ്ത്രീധനത്തിനുള്ള അവകാശവുമാണ് ഉള്ളത്. അപ്പൊ അവർക്ക് സ്ത്രീധനമായിട്ട് എന്തു കൊടുത്തു, അതിൽ മാത്രമാണ് അവർക്ക് അവകാശമുള്ളത്. അതിനുശേഷം അവർക്ക് ഈ ജോയിന്റ് ഫാമിലി പ്രോപ്പർട്ടിയിൽ ഒരു തരത്തിലുള്ള അവകാശവും ഇല്ല. അങ്ങനെയാണ്, അതായത് അവര് ഈ പ്രോപ്പർട്ടിയുടെ കോപാർട്ട്ണർ ആയിട്ട് കൺസിഡർ ചെയ്തിട്ടേ ഇല്ല പെൺകുട്ടികളെ. ഓക്കെ, എന്നാൽ ഈ നിയമം അമെൻമെന്റ് ആക്ട് 2005 പ്രകാരം പെൺകുട്ടികൾക്കും ആൺകുട്ടികളുടേതുപോലെ തന്നെ കോപാഴ്സണറി റൈറ്റ് ഉണ്ട്. അതായത് ഞാൻ ജനിച്ച വീട്ടിൽ എനിക്ക് മറ്റേതൊരാളെ പോലെയും അധികാരമുണ്ട്. പെൺകുട്ടിയാണ് എന്നതുകൊണ്ട് മാത്രം ആ അധികാരം ഇല്ലാതെയാവില്ല. ആൺകുട്ടികൾക്ക് ഒരു ജോയിന്റ് ഫാമിലി, ഹിന്ദു ജോയിന്റ് ഫാമിലിയിൽ ജനിക്കുന്ന കുട്ടികൾക്ക്, ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ആ ആൻസെസ്ട്രൽ പ്രോപ്പർട്ടിയിലുള്ള അധികാരവും അവകാശവും ഒരുപോലെ ആയിരിക്കും എന്നതാണ് ഈ അമെൻമെന്റ് ആക്ട് പ്രകാരം കൊണ്ടുവന്ന പുതിയ നിയമം. അപ്പൊ അതുകൊണ്ട് എന്താണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും തുല്യ അവകാശവും തുല്യമായ ഉത്തരവാദിത്വങ്ങളും ആണ്. ഇതിനു മുമ്പ് അങ്ങനെയും ആയിരുന്നില്ല. സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിച്ചു പോകുന്നത് വരെ നിൽക്കുന്ന ഒരു തരം ടെമ്പററി സ്റ്റേ. ഇപ്പൊ നമ്മൾ ഹിന്ദിയിലൊക്കെ പറയില്ലേ ബേട്ടി പരായി ഹെ, അത് വേറെ എവിടേക്കോ പോകാനുള്ള ഒരാളാണ്, കുറച്ചു ദിവസം ഇവിടെ ഉണ്ട്, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് അവർക്ക് വേറെ അവകാശങ്ങളോ ഒരു തരത്തിൽ സ്ത്രീകൾക്ക് സ്വന്തം മാതാപിതാക്കളോട് കാര്യമായ ഉത്തരവാദിത്തങ്ങൾ പോലും ഇല്ല. അവരുടെ ഉത്തരവാദിത്തങ്ങൾ മുഴുവൻ ഭർത്താവിന്റെ വീട്ടുകാരോടാണ് എന്ന മട്ടിലായിരുന്നു. പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നു. അതേ നിയമമാണ് മിതാക്ഷര സ്കൂള് അടുത്ത കാലം വരെയും ഫോളോ ചെയ്തു വന്നത്. ഓക്കെ, എന്നാൽ അത് മാറ്റി ജനിക്കുന്ന വീട്ടിൽ സ്ത്രീകൾക്ക് തുല്യമായ അവകാശമുണ്ട്, തുല്യമായ ഉത്തരവാദിത്വങ്ങളും ഉണ്ട്. ഓക്കെ, എന്നാണ് ഈ നിയമം കൊണ്ടുവന്നത്. പ്രധാനമായി മാറ്റം വന്നത് സെക്ഷൻ 23, അതിലുണ്ടായ ഹിന്ദു സക്സഷൻ ആക്ടിന്റെ സെക്ഷൻ 23 റിപ്പീൽ ചെയ്തു. എന്തുകൊണ്ട് റിപ്പീൽ ചെയ്തു? കാരണം ഈ സെക്ഷൻ 23 ആണ് പറഞ്ഞത് പെൺകുട്ടികൾക്ക് ആ തറവാട്ട് സ്വത്തിലും തറവാട്ട് വീട്ടിലും, ആ തറവാട് വീടിലെ അവകാശം ഉന്നയിച്ചുകൊണ്ട് അവർക്ക് കോടതിയിൽ പോകാനുള്ള അധികാരം ഉണ്ടായിരുന്നില്ല സെക്ഷൻ 23 പ്രകാരം. ഓക്കെ, അല്ലെങ്കിൽ ആ തറവാട് വീട് ഭാഗിക്കാൻ, തറവാട്ടിലെ സ്വത്ത് ഭാഗിക്കാൻ വേണ്ടി കോടതിയെ സമീപിക്കാനുള്ള അവകാശം ഇല്ലായിരുന്നു. അതൊരു ബാറായിരുന്നു 23. പെൺകുട്ടികൾക്ക് അത് പറ്റില്ല, ആൺകുട്ടികൾക്ക് മാത്രമേ ഭാഗം ചോദിച്ചുകൊണ്ട് കോടതിയെ സമീപിക്കാൻ പറ്റുള്ളൂ. എന്നാൽ അങ്ങനെ അത് പറഞ്ഞിരുന്ന സെക്ഷൻ 23 പൂർണ്ണമായും റിപ്പീൽ ചെയ്തു ഈ 2005 നിയമം. റിപ്പീൽ ചെയ്ത മറ്റൊരു സെക്ഷൻ 24 ആണ്. അതെന്താ പറഞ്ഞത്? അതായത് ഒരു ജോയിന്റ് ഫാമിലിയിലെ ഒരു വിധവയായിട്ടുള്ള ഒരു സ്ത്രീ, ആ സ്ത്രീക്ക് ഭർത്താവിന്റെ പ്രോപ്പർട്ടി ഇൻഹെറിറ്റ് ചെയ്യാം. പക്ഷേ ആ സ്ത്രീ മറ്റൊരു വിവാഹം കഴിച്ചാൽ, റീമാരേജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭർത്താവിന്റെ പ്രോപ്പർട്ടി ഇൻഹെറിറ്റ് ചെയ്യാനുള്ള അവകാശം ഇല്ലാതെയാവും എന്നാണ് സെക്ഷൻ 24 പറഞ്ഞിരുന്നത്. അപ്പൊ ആ സെക്ഷൻ 24 റിപ്പീൽ ചെയ്തു. അതായത് ഒരു സ്ത്രീ വിവാഹം കഴിഞ്ഞ് ഒരു ജോയിന്റ് ഫാമിലിയിൽ എത്തി, അല്ലെങ്കിൽ ഒരു ജോയിന്റ് ഫാമിലിയിലുള്ള ഒരാളെ വിവാഹം കഴിച്ചു,
അയാളുടെ മരണശേഷം അയാൾക്ക് എന്ത് അവകാശം ഉണ്ടോ ആ ഫാമിലിയിൽ, അത് ഈ സ്ത്രീ നാച്ചുറലി ഇൻഹെറിറ്റ് ചെയ്യും. അത് ആ സ്ത്രീ രണ്ടാമതൊരു വിവാഹം കഴിച്ചാലും ഇല്ലെങ്കിലും ആ അവകാശത്തിൽ ഒരു വ്യത്യാസവും വരുന്നില്ല എന്ന വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു മാറ്റം കൂടിയാണ് ഈ അമെൻമെന്റ് ആക്ട് 2005 കൊണ്ടുവന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു മാറ്റം അനിവാര്യമായിരുന്നു. കാരണം അതിനെക്കുറിച്ചിട്ട് പല വട്ടം ലോ കമ്മീഷൻ റിപ്പോർട്ടുകളിലും പിന്നീട് സുപ്രീം കോടതി ഡിസൈഡ് ചെയ്ത പല കേസ് ലോസിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്നതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു അമെൻമെന്റ് ആക്ട് 2005 ഹിന്ദു സക്സഷൻ ആക്ടിൽ വന്നത്. അപ്പൊ അടുത്തിടെ വന്നിട്ടുള്ള ഏറ്റവും റെവല്യൂഷണറി ആയിട്ടുള്ള, ഏറ്റവും ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു അമെൻമെന്റ് ആണ് ഈ ഹിന്ദു സക്സഷൻ ആക്ട് അമെൻമെന്റ് 2005. ഓക്കെ.